ഹായ്, നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങിയാലോ. അപ്പം ആദ്യം ചോറ് കിട്ടണ്ടേ, അപ്പോൾ ആദ്യം അതിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഉരുളക്കിഴങ്ങെടുത്ത് ഒരു മസാലക്കറി പോലെ വെച്ച് കേട്ടോ. അപ്പോൾ അതിലേക്ക് പെരിഞ്ഞു വെത്തിയ തേങ്ങയുടെ പീര എടുത്ത് ഞാൻ തോരനിൽ അങ്ങോട്ട് ചേർത്ത്. തേങ്ങയ്ക്ക് എന്താ വില. പിന്നെ ഒരു ഇച്ചിരി ചമ്മന്തി ഉണ്ടാക്കി നമ്മുടെ വെള്ളമൊക്കെ തിളപ്പിച്ചു. അതിനുശേഷം നമ്മൾ നല്ല അടിപൊളി ദോശയൊക്കെ ചുട്ടു. ആദ്യം ദോശയൊക്കെ കൊടുത്ത് യൂണിഫോമെല്ലാം എടുത്ത് കൊടുത്ത് ഒരുങ്ങാൻ പറഞ്ഞതിന് ശേഷം ഞാൻ അവന് ഇതാ ചോറും തോരനും നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂട്ടുകറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവനെ പറഞ്ഞ് സ്കൂളിലോട്ട് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുട്ടത്തലയും സല്ലുമാമ വന്നിട്ടുണ്ട് മീനുമായിട്ട് കേട്ടോ. അപ്പോൾ എന്താണ് മീനെന്ന് വെച്ചാൽ ചാളയായിരുന്നു കേട്ടോ. മുത്തുമണി ഓടിച്ചെന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചാളയൊക്കെ വാങ്ങിച്ചപ്പോൾ മുത്തുമണിക്ക് മീൻ കൊടുത്തപ്പോൾ ഭയങ്കര ജാട. ഇന്ന് എനിക്ക് വാ കൊണ്ട് മീൻ വാങ്ങാനുള്ള ഒരു മൂടില്ല. ഇന്ന് താഴത്ത് വെക്കൂ, ഞാൻ എടുത്തോളാം. അവളുടെ മനസ്സ് മനസ്സിലാക്കിയ മാമ ആ മീൻ അങ്ങോട്ട് താഴത്തോട്ട് വെച്ച് താഴത്ത് വെച്ച മീനും എടുത്ത് ഒരു പടപണ്ടാര ഓട്ടമായിരുന്നേ അവൾ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മുത്തുമണികൾ രണ്ടുപേരും ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. അവരാണെങ്കിൽ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ അതാ രണ്ടുപേരും കൂടി ഇരുന്ന് കളിക്കുകയാണ്. പിന്നെ ഞാൻ മീനൊക്കെ അറുത്ത് അടുപ്പത്തോട്ടാക്കി അതിൽ മാത്രം മീനും വറുത്തെടുത്ത്. അപ്പോഴത്തേക്കും ചെറിയൊരു ചാറ്റൽ മഴ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഉടനെ തന്നെ ചവറിനൊക്കെ തീയിട്ടിട്ട് എൻ്റെ അമ്മക്കുട്ടി ഞാനും കൂടെ ഇങ്ങനെ ഇരുന്ന് മഴയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഇതാ നമ്മുടെ ചോറൊക്കെ എടുത്തുകൊണ്ട് വെച്ച് അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. കഴിച്ചതിന് ശേഷം എനിക്ക് പുറത്ത് പോകാനുണ്ട്. അപ്പം പോയിട്ട് വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, ബൈ ബൈ.